ഒരിടത്ത് പ്രസിഡന്റ് ഇലക്ഷന്റെ ചൂട്, കളിക്കളത്തിൽ നേരിടാനുള്ളത് നിർണായക മത്സരങ്ങൾ, ട്രാൻസ്ഫറും കോൺട്രാക്ട് റിന്യൂവലും അടക്കമുള്ള പ്രതിസന്ധികൾ വേറെയും. ബാഴ്സലോണയിൽ നിന്നും നാം കേൾക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എത്തി നോക്കാം. ക്രിസ്മസ് അവധിക്ക് ശേഷം ലാലീഗയും ചാമ്പ്യൻസ് ലീഗും ചൂടുപിടിക്കാനിരിക്കെ ചില പ്രതിസന്ധികൾ കറ്റാലൻ ക്ലബിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധത്തിലെ ഇഞ്ചുറി മുതൽ ടെർ സ്റ്റേഗന്റെ മടങ്ങിവരവ് വരെയുള്ള നിരവധി ചോദ്യങ്ങൾ വരും ദിനങ്ങളിൽ ബാഴ്സയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ACL പരിക്കിനെ തുടർന്ന് ദീർഘകാലമായി കളത്തിന് പുറത്തായ ആന്ദ്രേസ് ക്രിസ്റ്റ്യൻസിന് പകരം ജനുവരി ട്രാൻസ്ഫറിൽ ഒരു ഡിഫൻഡറെ ക്ലബിന് അത്യാവശ്യമാണ്. എന്നാൽ ക്ലബ്ബ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതിന് വെല്ലുവിളിയായി നിൽക്കുന്നു. മറുഭാഗത്ത് ഇടവേളയ്ക്ക് ശേഷം ഗോൾ കീപ്പർ ടെർ സ്റ്റേഗൻ മടങ്ങിയെത്തിയിരിക്കുന്നു. പക്ഷേ ജോൺ ഗാർഷ്യയും ഷെസ്നിയും ഉള്ളപ്പോൾ ജർമ്മൻ ഗോൾ കീപ്പറെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന് മുന്നിൽ ചോദ്യചിഹ്നമായുണ്ട്. ഇതിനു പുറമെ റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് പിൻഗാമിയായി ദീർഘകാല പ്ലാനിൽ സ്ട്രൈക്കറെയും എത്തിക്കണം. വിയ്യാറയലിനെതിരായ അവസാന ലാലിഗ മത്സരത്തിൽ ജോൺ ഗാർഷ്യയായിരുന്നു ബാഴ്സയുടെ ഗോൾ വല കാത്തത്. ടെർ സ്റ്റേഗനും ഷെസ്നിയും ബെഞ്ചിലും. തൊട്ടു മുമ്പ് നടന്ന കോപ്പ ഡെൽ റേ മത്സരത്തിൽ ടെർ സ്റ്റേഗനായിരുന്നു പ്ലെയിൻ 11-ൽ ഉണ്ടായിരുന്നത്. 212 ദിവസങ്ങൾക്ക് ശേഷമുള്ള താരത്തിന്റെ കംബാക്ക് മത്സരം ക്ലീൻ ഷീറ്റ് അടക്കം സ്വന്തമാക്കി മടങ്ങി വരവിൽ വരവറിയിക്കുകയും ചെയ്തു. എന്നാൽ ജർമ്മൻ ഗോൾ കീപ്പറെ സ്ഥിരമായി പ്ലെയിങ് 11-ൽ കളിപ്പിക്കാൻ ഹാൻസി ഫ്ലിക്കിന് പ്ലാനില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വാർത്താ സമ്മേളനത്തിൽ ബാഴ്സ കോച്ച് ഇതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തു. വരാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ ജർമ്മനിയുടെ ഒന്നാം കീപ്പറായി ഇടം പിടിക്കുക. പരിക്ക് മാറിയെത്തിയ 33-കാരൻ ടെർ സ്റ്റേഗന് മുന്നിൽ ഇങ്ങനെയൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്നാൽ ഇതിന് കൂടുതൽ ഗെയിം ടൈം ലഭിക്കണമെന്ന പ്രധാന കടമ്പയുമുണ്ട്. പരിക്ക് മാറിയെത്തിയ ശേഷം ഫോം തെളിയിക്കേണ്ടതും പ്രധാനമാണ്. ജർമ്മൻ പരിശീലകൻ ജൂലിയസ് നാഗൽസ്മാൻ അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശവും ഇതുതന്നെയാണ്. നിലവിൽ ബാഴ്സയിൽ കൂടുതൽ പ്ലേ ടൈം ലഭിക്കാനുള്ള സാധ്യത കുറവായതിനാൽ ജനുവരി ട്രാൻസ്ഫറിൽ ലോണിൽ പോകുകയാണ് താരത്തിന് മുന്നിലുള്ള പ്രധാന ഓപ്ഷൻ. നിലവിൽ 2028 വരെയാണ് താരത്തിന് ബാഴ്സയ്ക്കൊപ്പം കരാറുള്ളത്. നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ആസ്റ്റൺ വില്ലയും ടോട്ടനുമാണ് ടെർ സ്റ്റേഗനായി രംഗത്തുള്ളത്. എമി മാർട്ടിനസ് ക്ലബ്ബ് വിടാനിരിക്കെ മികച്ചൊരു റീപ്ലേസ്മെന്റാണ് വില്ല ടെർ സ്റ്റേഗനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിന് പുറമെ സ്പെയിനിൽ നിന്ന് ജിറോണയും ജർമ്മൻ ഗോൾ കീപ്പറിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ടെർ സ്റ്റേഗന്റെ നിലപാട് തന്നെയാകും നിർണായകമാകുക. റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് പിൻഗാമിയാര്? ബാഴ്സലോണയിൽ ഇങ്ങനെയൊരു ചർച്ച ആരംഭിച്ചിട്ട് കാലം കുറച്ചായി. ഈ സീസൺ അവസാനത്തോടെ ക്ലബ്ബുമായുള്ള കരാർ അവസാനിക്കാനിരിക്കെ വെറ്ററൻ താരത്തിന് ഇനിയൊരു സീസൺ കൂടി നൽകാൻ ക്ലബ്ബ് തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയും സംഘവും പുതിയ ഫോർമാറ്റിനായുള്ള ശ്രമം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ അധീനതയിലുള്ള അത്ലറ്റിക് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീൻ താരൻ ഹൂലിയൻ അൽവാരസ്, ബോൺമൗത്തിന്റെ ബ്രസീലിയൻ സ്ട്രൈക്കർ എവനിൽസൺ, FC പോർട്ടോയുടെ സ്പാനിഷ് സ്ട്രൈക്കർ സാമു അഗനോവ എന്നീ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ബയൺ മ്യൂണിക്കിന്റെ സ്റ്റാർ സ്ട്രൈക്കർ ഹാരി കെയ്നെ എത്തിക്കാനുള്ള വിദൂര സാധ്യതയും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റു താരങ്ങളുടെ കൈമാറ്റവുമെല്ലാം അടിസ്ഥാനമാക്കിയാകും വരുന്ന സമ്മർ ട്രാൻസ്ഫറിലെ ഇടപെടൽ. നിലവിൽ ലെവൻഡോവ്സ്കിയുടെ റോളിൽ കളിക്കുന്ന ഫെറാൻ ടോറസ് ഉജ്ജ്വല ഫോമിലാണ്. റയൽ ബെറ്റിസിനെതിരായ അവസാന ലാലിഗ മത്സരത്തിൽ ഹാട്രിക് അടക്കം സ്വന്തമാക്കുകയും ചെയ്തു. ഇതുവരെയായി ലാലിഗയിൽ 11 ഗോളുകൾ അടിച്ചുകൂട്ടിയ സ്പാനിഷ് താരം ടോപ്പ് ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ കിലിൻ എംബാപ്പയ്ക്ക് കീഴിൽ രണ്ടാമതാണ്. പ്രോപ്പർ സ്ട്രൈക്കർ അല്ലെങ്കിലും ടോറസിന്റെ മിന്നു ഫോം ബാഴ്സയ്ക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇതോടെ മിഡ് സീസൺ ട്രാൻസ്ഫറിൽ സ്ട്രൈക്കർക്കായി ക്ലബ്ബ് ശ്രമം നടത്തില്ലെന്ന കാര്യം ഉറപ്പാണ്. യുണൈറ്റഡിൽ നിന്നും ലോണിലെത്തിച്ച റാഷ്ഫോർഡിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യവും പ്ലാനിലുണ്ട്. സീസൺ പാതിയിൽ നിൽക്കെ ഡാനിഷ് ഡിഫൻഡർ ക്രിസ്റ്റ്യൻസനേറ്റ പരിക്ക് ബാഴ്സയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ACL ഇഞ്ചുറി തുടർന്ന് 3 മുതൽ 4 മാസത്തോളം 29-കാരൻ കളത്തിന് പുറത്താകുമെന്നതിനാൽ പകരക്കാരനെ കണ്ടെത്തേണ്ടത് ഹാൻസി ഫ്ലിക്കിന് സുപ്രധാനമാണ്. നിലവിൽ പൗ കുബാർസിയും എറിക് ഗാർഷ്യയും മാത്രമാണ് ഫ്ലിക്കിന്റെ കൈവശമുള്ള പ്രോപ്പർ സെൻട്രൽ ബാക്കുകൾ. റൊണാൾഡോ അറോഹോ വിശ്രമം കഴിഞ്ഞ് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അവസാന ലാലിഗ മത്സരത്തിൽ പൗ കുബാർസിക്കൊപ്പം ജെറാർഡ് മാർട്ടിനായിരുന്നു ഡിഫൻസീവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. എന്നാൽ ലെഫ്റ്റ് ബാക്കായ ജെറാർഡ് മാർട്ടിനെ സ്ഥിരമായി പ്രതിരോധത്തിൽ കളിപ്പിച്ച് റിസ്ക് എടുക്കാൻ ഫ്ലിക്ക് തയ്യാറായേക്കില്ല. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് അടക്കം പ്രധാന മത്സരങ്ങൾ വരാനുണ്ട്. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും മുന്നോട്ടു പോകാൻ ഡിഫൻസ് പരമപ്രധാനമാണെന്നതും ഹാൻസി ഫ്ലിക്ക് കരുതുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ജർമ്മൻ സെൻട്രൽ ബാക്ക് നീക്കോ സ്റ്റാർട്ടർബക്ക്, ബ്രസീലിയൻ ക്ലബ്ബ് പാൽമറസിന്റെ യങ് ഡിഫൻഡർ ലൂയിസ് ബെനഡറ്റി എന്നീ പേരുകളാണ് ബാഴ്സ സർക്കിളുകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത്. ലോണിൽ എൽഷയിലേക്ക് പറഞ്ഞയച്ച ഹെക്ടർ ഫോർട്ടിനെ തിരികെ എത്തിക്കാനും ബാഴ്സയ്ക്ക് പദ്ധതിയുണ്ടെന്നാണ് വിവരം. ഇതൊന്നും നടന്നില്ലെങ്കിൽ ലാമാസിയ അക്കാഡമിയിൽ തന്നെ പരതേണ്ടി വരും. ലാലിഗ കിരീട പോരാട്ടത്തിൽ റയലും അത്ലറ്റിക്കോ മാഡ്രിഡും ഉൾപ്പെടെ ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കണം. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടമോഹം ഇത്തവണയെങ്കിലും യാഥാർത്ഥ്യമാക്കണം. നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് സീസൺ 2ാം പകുതിയിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ ബാഴ്സയ്ക്കാകുമോ?